ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. വാഗമരച്ചോട്ടിൽ തന്നെ കാത്തു നിൽക്കുന്ന ജംഷീറിന്റെ അടുത്തേക്ക് രഹന ചെന്നു. ഇന്ന് കോളേജിൽ പോയില്ലേ? രഹന ചോദിച്ചു. ഇല്ല, പനിയാണ്. എന്നിട്ട് ഈ വെയിലത്ത് വന്ന് നിൽക്കുകയാണോ? നീ അടുത്തുള്ളപ്പോൾ എനിക്ക് ഏത് വെയിലും തണുപ്പാണ് രഹന. രഹന ചിരിച്ചു. ജംഷീർ അവളുടെ ഉതിർന്നു വീണ തട്ടം ശരിയാക്കി കൊടുത്തു. നീയും അൻസാറും തമ്മിൽ എന്താ? ജംഷീർ പെട്ടെന്ന് ചോദിച്ചു. അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്യും. ഇനി അവൻ നിന്നെ ശല്യം ചെയ്യില്ല. ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ പെണ്ണാണെന്ന്. അൻസാറിനെ നീ അറിയുമോ? ഞങ്ങൾ മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എത്ര പെട്ടെന്നാണ് ഒരാണ്ട് പോയി മറഞ്ഞത്. രഹന ഇപ്പോൾ +2-ലെത്തി. അവൾക്ക് ഇപ്പോൾ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി, വാസുദേവൻ. ഉച്ചഭക്ഷണ ശേഷം അവർ സ്കൂളിന്റെ വരാന്തയിലെ തൂണിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കും. അവരെ പ്രോത്സാഹിപ്പിച്ചും കളിയാക്കിയും കൗമാര പുഷ്പങ്ങൾ അവർക്ക് മുന്നിലൂടെ നടന്നു പോകും. വാസു +1-ൽ നിന്ന് എന്താണ് നമ്മൾ കാണാതിരുന്നത്? ഒരിക്കൽ രഹന വാസുവിനോട് ചോദിച്ചു. എനിക്കറിയില്ല. കുട്ടികളും ടീച്ചേഴ്സുമൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മൾ പ്രേമിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ പ്രേമിക്കല്ലേ? തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.